ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കനുപ്രിയയിലെ മഞ്ജരി പരിണയിലെ आम्र बौर का गीत എന്ന ഭാഗമാണ്. राधा कनु से पूछती है कि जब कभी चरम साक्षात्कार के क्षणों में राधा बिल्कुल जड़ और निस्पंद हो जाती है, तब कनु उसका मर्म क्यों नहीं समझता है. അപ്പോൾ രാധ കനു, അതായത് കൃഷ്ണനോട് ചോദിക്കുന്നത്, എപ്പോഴൊക്കെ ചരം സാക്ഷാത്കാരിൻ്റെ ക്ഷണങ്ങളിൽ, നിമിഷങ്ങളിൽ രാധ ഇങ്ങനെ ജഡം പോലെ നിസ്പന്ദമായിട്ട് ഒരു അനക്കവും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ കാരണമെന്ന് കനു മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്. कनु की जन्म जन्मांतर की रहस्यमयी लीला की एकांत संगिनी राधा है, मगर उन क्षणों में अकस्मात कनु से पृथक नहीं हो पाती. കനുവിന്റെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള രഹസ്യമയി ലീലയുടെ ഏകാന്തമായിട്ടുള്ള ഒരു സംഗിനി, ഒരേ ഒരു സംഗിനി, അതിലെ പാർട്ട്ണർ എന്ന് പറയുന്നത് രാധയാണ്. പക്ഷേ ഉൻ ക്ഷണോമേ അകസ്മാത്, ആ നിമിഷങ്ങളിൽ പെട്ടെന്ന് കനുസെ പൃഥക് നെഹി ഹോ പാത്തി, കനുവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ രാധയ്ക്ക് പറ്റുന്നില്ല. राधा फिर से पूछती है कि कनु यह क्यों नहीं समझता कि लाज सिर्फ जिस्म की नहीं होती मन की भी होती है. അപ്പോൾ രാധ വീണ്ടും ചോദിക്കുന്നത്, കനു എന്താണ് മനസ്സിലാക്കാത്തത്, ലാജ് നാണം എന്ന് പറയുന്നത് ശരീരത്തിന്, ജിസ്മിന് മാത്രമല്ല ഉള്ളത്, മനസ്സിനും കൂടി ഉണ്ടെന്ന്. राधा को बार बार चरम सुख के क्षणों में एक मधुर भय, एक अनजाना संशय, एक आग्रह भरा गोपन, एक निर्व्याख्या वेदना और उदासी अभिभूत कर लेती है. അപ്പം രാധയാണെങ്കിൽ ഇങ്ങനെ ചരം സുഖിന്റെ നിമിഷങ്ങളിൽ ഒരു മധുരമായ ഭയം, ഒരു അഞ്ജാന സംശയം, ഒരു എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സംശയം, അതുപോലെ ആഗ്രഹം നിറഞ്ഞ ഒരു ഗോപൻ, ഒരു മറ, അതുപോലെ നിർവ്യാഖ്യ വേദന, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വേദന, ഓർ ഉദാസി, വിഷമം രാധയെ വന്ന് ചുറ്റുന്നു. അഭിഭൂത് കർണ എന്ന് പറയുമ്പോൾ ഓവർവെൽം ചെയ്യുക, പരാജയപ്പെടുത്തുക, വന്ന് ചുറ്റുക, അങ്ങനെയുള്ള മീനിങ് ഒക്കെ ഉണ്ട്. ഭയ, സംശയ്, गोपन और उदासी ढीठ चंचल सरचड़ी सहेलियों की तरह राधा को घेर लेती है और राधा ठीक उसी समय कनु के पास पहुंच नहीं पाती जब आम्र मंजरियों के नीचे खड़े होकर कनु अपनी बांसुरी में राधा का नाम भरकर बुलाता है. അപ്പോൾ ഈ ഭയം, സംശയം, മറ, ഉദാസി, വിഷമം, ഇവയൊക്കെ ധീട്ട് എന്ന് വെച്ചാൽ വാശിക്കാരായ, ചഞ്ചലരായ, സർച്ചടി എന്ന് വെച്ചാൽ തലയിൽ കയറുന്ന പറയില്ലേ, നമ്മൾ കുറച്ച് ഫ്രീഡം കൊടുത്താൽ തലയിൽ കയറി നിരങ്ങുന്നു പറയും, അങ്ങനത്തെ കൂട്ടുകാരെ പോലെ, കൂട്ടുകാരികളെ പോലെ രാധയെ വന്ന് ചുറ്റുന്നു. ഘേർലേന എന്ന് വെച്ചാൽ ചുറ്റുക എന്നാണ്. അതുകൊണ്ട് തന്നെ രാധയ്ക്ക് കറക്റ്റ് കനു രാധയെ വിളിക്കുന്ന സമയത്ത് കനുവിന്റെ അടുത്ത് എത്താൻ പറ്റില്ല. കനു എങ്ങനെയാണ് വിളിക്കുന്നത്, ഈ ആമ്ര മഞ്ജരിയോ കെ നീച്ചെ, അതായത് ഈ മാമ്പൂക്കളുടെ താഴെ നിന്നിട്ട് കനു തന്റെ ഓടക്കുഴൽ നാദം വഴി, ആ ഓടക്കുഴൽ നാദത്തില് രാധയുടെ പേര് ചേർത്തിട്ട് രാധയെ വിളിക്കുന്ന സമയത്ത് രാധയ്ക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി പറ്റാറില്ല. उस दिन कनु उस बौर लदे आम की झुकी डालियों से टिके कितनी देर राधा को वंशी से टेरता रहा. അങ്ങനെ അന്ന് ആ മാമ്പൂക്കളുടെ അടിയിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ എത്രയോ നേരം തന്റെ ഓടക്കുഴൽ വഴി രാധയെ വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ബാസുരി, വൻഷി എന്നൊക്കെ പറയുന്നത് ഓടക്കുഴലിനെ തന്നെയാണ് കേട്ടോ. ढलते सूरज की उदास कांपती किरणें कनु के माथे के मोर पंखों से बेबस विदा मांगने लगी, फिर भी राधा नहीं आई. അപ്പോൾ ढलते सूरज की उदास कांपती എന്നാണ് കേട്ടോ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ താ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ കാംപ്തി എന്നാണ്. അപ്പം അസ്തമിക്കുന്ന സൂര്യന്റെ വിഷമിച്ചുകൊണ്ട്, വിറച്ചുകൊണ്ടുള്ള ആ കിരണങ്ങൾ, കനു കെ മാഥേക്ക്, കനുവിന്റെ നെറ്റിയിലുള്ള ആ മോർ പങ്കില്, എന്താണ്, മയിൽ പീലിയില് വിഷമത്തോടു കൂടി ഒരു ബായ് പറഞ്ഞു പോവാൻ വേണ്ടി തുടങ്ങി. ബേബസ് വിദാ മാങ്ങെന്ന് വെച്ചാൽ എന്താണ്, വിഷമത്തോടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. फिर भी राधा नहीं आई, എന്നിട്ടും രാധ വന്നില്ല. गायें कुछ क्षण कनु को अपनी भोली आंखों से मुंह उठाए देखती रही और फिर धीरे धीरे नंदगांव की पगडंडी पर बिना कनु के अपने आप मुड़
ഗയി. അപ്പം ഇനി പറയുന്നത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് ചുറ്റുമുള്ള ആൾക്കാരും മൃഗങ്ങളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ പശുക്കള് അവരുടെ നിഷ്കളങ്കമായ കണ്ണുകൾ കൊണ്ട് കൃഷ്ണനെ കുറച്ചു സമയം നോക്കി നിന്നു. എന്നിട്ട് ഫിർ ധീരെ എന്നാണ് കേട്ടോ, ഇത് പെട്ടെന്ന് ഇങ്ങനെ എഴുതിയത് കാണുമ്പോഴേ ഘാ പോലെ തോന്നുന്നുണ്ട്. ധീരെ നന്ദ് ഗാവ് കി പകിടണ്ടി. അങ്ങനെ പതുക്കെ അവര് നന്ദ്ഗാവിലേക്കുള്ള ആ വഴിയിലൂടെ പോവാനായിട്ട് തുടങ്ങി. അതും കൃഷ്ണൻ ഇല്ലാതെ ഒറ്റയ്ക്ക് പോവാൻ വേണ്ടി തുടങ്ങി. ഫിർ ബി രാധ നഹി ആയി. എന്നിട്ടും രാധ വന്നില്ല. यमुना के घाट पर मच्छुओं ने नावें बांध दी और कंधों पर पतवारे रख चले गए. അപ്പം യമുനയുടെ തീരത്ത് ഈ മീൻ പിടിക്കുന്ന ആളുകൾ അവരുടെ വഞ്ചികളൊക്കെ കെട്ടിയിട്ടിട്ട് അവരുടെ ഷോൾഡറിൽ പത്വാരി എന്ന് വെച്ചാൽ അതിന്റെ തുഴയാണ്, തോണി തുഴയുന്നത്, അതെല്ലാം എടുത്തു വെച്ചിട്ട് കടന്നുപോയി. ഫിർ ബി രാധ നഹി ആയി. എന്നിട്ടും രാധ വന്നില്ല. तो कानू ने वंशी अपने होठों से हटा ली और उदास मौन उस आम्र वृक्ष की जड़ों से टिक कर बैठ गया. അങ്ങനെ കാത്തു നിന്ന് വിഷമിച്ച് കൃഷ്ണൻ എന്ത് ചെയ്തു? ഈ ഓടക്കുഴല് തന്റെ ചുണ്ടുകളിൽ നിന്നും മാറ്റിയിട്ട് വിഷമത്തോടെ മൗനമായിട്ട് ആ ആമ്രവൃക്ഷ, അതായത് ആ മാവിന്റെ വേരിനോട് ചേർന്ന് അങ്ങോട്ട് ഇരുന്നു. കാനു ऐसे ही बैठा रहा फिर भी राधा नहीं आई. കാനു അങ്ങനെ ഒരുപാട് സമയം ഇരുന്നു, എന്നിട്ടും രാധ വന്നില്ല. अंत में कानू ने उठकर एक झुकी डाल पर खिला बोर तोड़ा और धीरे धीरे चल दिया. അങ്ങനെ അവസാനം കനു എഴുന്നേറ്റ് താഴ്ന്നു നിൽക്കുന്ന ഒരു മാങ്കൊമ്പിൽ നിന്ന് മാമ്പൂക്കള് പൊട്ടിച്ചു. അത് പൊട്ടിച്ചിട്ട് പതുക്കെ പതുക്കെ നടന്നുപോയി. राधा कहती है कि कनू के पांव अनमने से उस पगडंडी पर चल रहे थे, पर जानते हो कि तुम्हारी उंगलियां क्या कर रही थी. അപ്പൊ രാധ പറയുന്നത് കനുവിന്റെ കാലുകള് അറിയാതെ ആ പകിടണ്ടിയിലൂടെ, പകിടണ്ടി എന്ന് വെച്ചാൽ ഇടവഴി, ചെറിയ വഴി, അതിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാധകൃഷ്ണനോട് ചോദിക്കുകയാണ്, നിനക്കറിയോ നിന്റെ ഈ വിരലുകള് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. വേ ഉസ് ആമ്ര മഞ്ജരി കോ ചൂർ ചൂർ കർ ശ്യാമൽ വൻ ഘാസോ മേ ബിച്ചി ഉസ് മാങ് സി പകിടണ്ടി പർ ബിഖേർ രഹി थी. അപ്പൊ ആ വിരലുകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ആമ്ര മഞ്ജരി, ഈ മാമ്പൂക്കളെ ചൂർ ചൂർ കറാന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിച്ചിട്ട് ആ വഴിയിലെല്ലാം ഈ പകിടണ്ടിയിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഇട്ട് എറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണനെ അഞ്ചാനെ മേഹി സഹി രാധ കി ക്വാരി ഉജ്ലി പവിത്ര മാങ് ബർദി थी. അപ്പൊ രാധ സങ്കല്പിക്കുന്നത് ഈ പകിടണ്ടി വഴികൾ എന്ന് പറയുന്നത് രാധയുടെ മാങ്കാണ്. മാങ്ക് എന്ന് വെച്ചാല് ഇങ്ങനെ സിന്ദൂരം ഇടുന്ന സ്ഥലം, നെറ്റിയില്. ആ മാങ്ക് ഹെയറൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ട് സിന്ദൂരം ഇടില്ലേ, അപ്പം അവിടെ ഇങ്ങനെ ഒരു വഴി പോലെയാണല്ലോ ഈ പാർട്ടീഷൻ കിടക്കുക. അങ്ങനെയാണ് രാധയ്ക്ക് ഈ പകിടണ്ടി കാണുമ്പോൾ തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള രാധയുടെ ക്വാരി ഉജ്ലി പവിത്ര മാങ്ക, കൃഷ്ണൻ നിറച്ചതായിട്ട്, സിന്ദൂരം കൊണ്ട് നിറച്ചതായിട്ടാണ് രാധയ്ക്ക് തോന്നുന്നത്. पर राधा बहुत दुखी है कि वह उस समय भी माथा नीचे कर उस अलौकिक सुहाग से प्रदीप्त होकर माथे पर पल्ला डालकर झुककर कनु की चरण धूलि लेकर कनु को प्रणाम करने नहीं आई. ഇനി ഇതൊക്കെ രാധ ചിന്തിക്കുന്നുണ്ടെങ്കിലും രാധയ്ക്ക് ഒരു വിഷമമുണ്ട്. എന്താണ്? ആ സമയത്ത് രാധ മാഥ നീച്ചെ കർ, തല കുനിച്ചുകൊണ്ട് ഉസ് അലൗകിക് സുഹാഗ് സെ, ആ അലൗകികമായിട്ടുള്ള സുഹാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ്, ഹസ്ബൻഡിന്റെ അടുത്ത്, ആ ഹസ്ബൻഡിൽ നിന്നും പ്രദീപ്ത് ഹോക്കർ, ഈ ഹസ്ബൻഡിനെ ബഹുമാനിച്ചുകൊണ്ട് മാഥേ പർ പല്ലാ ഡാൽക്കർ, എന്താണ്, തലയിലൂടെ ആ പല്ലു എടുത്തിട്ടിട്ട് കുമ്പിട്ടുകൊണ്ട് കനു കി ചരൺ ധൂലി ലേക്കർ കനു കോ പ്രണാം കർണേ നഹി ആയി. അങ്ങനെ കനുവിന്റെ ചരൺ ധൂലി ലേനാന്ന് വെച്ചാൽ കനുവിനെ പ്രണമിക്കുക, ഇങ്ങനെ തൊട്ട് തൊഴുമല്ലോ, കാല് തൊട്ട് വന്ദിക്കാനായിട്ട് എന്തുകൊണ്ട് ഞാൻ വന്നില്ല എന്നാണ് രാധയുടെ വിഷമം. രാധ कहती है कि पर कनु यह क्यों भूल जाता है कि राधा वही बावली लड़की है जो कदम्ब के नीचे बैठकर जब कनु जंगल के फलों को तोड़ मसलकर उसके पांवों को महावर रचने के लिए अपने गोद में, ഇവിടെ मैं 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. रखता है तो लाज से धनुष की तरह दोहरी हो जाती है. അപ്പം രാധ പറയുന്നത്, പക്ഷെ കനു എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത്? കനു കാട്ടിലെ ഓരോ ഫ്രൂട്ട്സ് എല്ലാം പറിച്ചു കൊണ്ടുവന്ന് അത് മസൽക്കർ, അതിനെങ്ങനെ ക്രഷ് ചെയ്ത് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് രാധയുടെ കാല് കൃഷ്ണന്റെ മടിയിൽ വെച്ചിട്ട് ഈ കാലില് ജാവക അല്ലെങ്കിൽ ആൽത്ത റെഡ് കളറിൽ വരയ്ക്കില്ലേ, അതുപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇങ്ങനെ നാണം കൊണ്ട്
ധനുഷ് പോലെ ആയി മാറുന്ന അതേ ഭാവ്ലി ആയിട്ടുള്ള ക്രേസി ആയിട്ടുള്ള പെൺകുട്ടിയാണ് ഞാൻ എന്ന് എന്തുകൊണ്ടാണ് കനു മറന്നു പോകുന്നത്? पूरे बल से अपने पांव खींच लेती है और अपनी दोनों बाहों में अपने घुटने कस मुंह फेर कर निश्चल हो जाती है. അതായത് തന്റെ എല്ലാ സ്ട്രെങ്ത്തും എടുത്തിട്ട് കാല് പിന്നിലോട്ട് വലിക്കുകയും അതുപോലെ തന്നെ തന്റെ കൈകൾക്കുള്ളില് കാലിങ്ങനെ മടക്കി വെച്ചിട്ട് നീസ് ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ച് മുഖം തിരിച്ചിരിക്കുന്ന ആ പെൺകുട്ടി ഞാൻ തന്നെയാണെന്ന് എന്തുകൊണ്ടാണ് കൃഷ്ണൻ മറന്നു പോകുന്നത്? पर घर आने के बाद एकांत में दीपक के मंद आलोक में अपने चरणों को अपलक निहारती है. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത ആ ഏകാന്തതയില് ആ വിളക്കിന്റെ മങ്ങിയ ആലോക് എന്ന് പറഞ്ഞാല് വെളിച്ചത്തില്, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആലോകിന് പകരം റോഷ്നി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എന്ത് ചെയ്യുന്നു? തന്റെ കാലുകളെ അപലക് നിഹാർത്തി ഹെ, കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാധ ബാവ്ലി സി ഉൻ ചരണോ കോ പ്യാർ കർത്തി ഹെ और अदबनी सी उन महावर की രേഖാവും കോന്നുണ്ട് കേട്ടോ ഇവിടെ, ധീമേ സെ ചൂം ലേത്തി ഹെ. അപ്പം അങ്ങനെ രാധ ക്രേസി ആയിട്ട് ഈ കാലിൽ വരച്ചിട്ടുള്ള മഹാവർ നോക്കിയിട്ട് അതിനെ സ്നേഹിക്കുന്നു, എന്നിട്ട് ആരും കാണാതെ അതിനെ ചുംബിക്കുന്നു. അപ്പൊ ഇവിടെ രേഖാവും കോന്നും ചേർക്കണം കേട്ടോ. रात गहरा आई है और राधा अभी भी उस आम्र डाली को घेरे चुपचाप रो रही है जिस पर टिककर कनु उसकी प्रतीक्षा कर रहा था. അപ്പം ഒരുപാട് നേരം ഇരുട്ടിയിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും രാധ ആ മാൻകൊമ്പില് ചെന്ന് നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് മാൻകൊമ്പിൽ ചാരി നിന്നുകൊണ്ടാണോ കൃഷ്ണൻ രാധയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ആ മാൻകൊമ്പിൽ തന്നെ ചാരി നിൽക്കുകയാണ് രാധ. अब राधा लौट रही है हताश और निष्फल और वह आम्र बौर के कण कण उसके पाँवों को साल रहे हैं. അപ്പോൾ രാധയാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോരുകയാണ്. കുറച്ചു നേരം കൃഷ്ണനെ വെയിറ്റ് ചെയ്ത് നിന്നു, നിരാശയായിട്ട് നിഷ്ഫൽ എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ തിരിച്ചു വരികയാണ്. ആൻഡ് ആ സമയത്ത് ഈ മാമ്പൂക്കൾ, കൃഷ്ണൻ പോകുന്ന സമയത്ത് ഈ പകിടണ്ടിയിലിട്ട മാമ്പൂക്കൾ രാധയുടെ കാലില് കുത്തി നോവിക്കാണ്. पर कनु को यह कौन बताएगा कि देर से ही सही राधा उसके पुकारने पर आ गई थी. അപ്പം കൃഷ്ണനോട് ഇതാര് പറയാനാണ്, വൈകിട്ടാണെങ്കിലും രാധ വന്നിരുന്നു എന്ന്. पुकारना എന്ന് വെച്ചാൽ എന്താണ്? വിളിക്കുക. राधा के पांव कांटों और कंकरियों से घायल हो गए हैं क्योंकि वह इतना लंबा रास्ता इतनी जल्दी पार कर आई है. രാധയുടെ കാലിലാണെങ്കിൽ ഈ മുള്ളുകളും കല്ലുകളും ഒക്കെ കുത്തിയിട്ട് രാധ വൂണ്ടഡ് ആയിരിക്കുന്നു. ഘായൽ അല്ലെങ്കിൽ ചോട്ടിൽ എന്നൊക്കെ പറയുന്നത് മുറിവ് പറ്റുന്നതിനെയാണ്. അപ്പൊ മുറിവ് പറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാധ ഇത്രയും വലിയ വഴി ഇത്രയും കുറച്ച് സമയം കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഓടി വന്നതുകൊണ്ടാണ്. രാധ कहती है कि यह मैं कनु को मैं, ഈ മേ രണ്ട് ലൈൻ ഉണ്ട് ഇവിടെ, ഞാൻ എന്നുള്ളതാണ്. यह मैं कनु को कैसे बताऊं कि चरम साक्षात्कार के अनूठे क्षण भी जो कभी कभी राधा के हाथों से छूट जाते हैं. कनु की मर्म पुकार जो वह कभी कभी जो सुन नहीं पाती, कभी कभी जो उसके भेंट का अर्थ जो समझ नहीं पाती, तो सावरे लाज मन की भी होती है. അങ്ങനെ രാധ പറയുകയാണ്, കനുവിനോട് ഞാനിത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഈ ചരം സാക്ഷാത്കാരന്റെ ചില നിമിഷങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ദൂരെ പോകുന്നു, എൻ്റെ കൺട്രോളിലല്ല അത് നിൽക്കുന്നത്. പലപ്പോഴും കനു ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് കേൾക്കാനും പറ്റുന്നില്ല. ചില സമയത്ത് കനു എനിക്ക് പ്രസന്റ് ആയിട്ട് തരുന്ന ചില കാര്യങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. കനു, നീ മനസ്സിലാക്കണം, ലാജ്, നാണം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഉണ്ടെന്ന്. राधा के मन में एक अज्ञात भय, एक आग्रह भरा गोपन, एक अपरिचित संशय और सुख के क्षणों में भी गिर आने वाली निर्व्याख्या उदासी है. അപ്പോൾ രാധയുടെ മനസ്സിൽ ഒരു അജ്ഞാതമായ ഒരു ഭയം, ഒരു ആഗ്രഹം നിറഞ്ഞൊരു മറ, അതുപോലെ തന്നെ അപരിചിതമായ ഒരു സംശയം, അങ്ങനെ സന്തോഷത്തിന്റെ മൊമെന്റ്സിൽ മാത്രം രാധയെ വന്ന് ചുറ്റുന്ന നിർവ്യാഖ്യ ഉദാസി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ വിഷമം എല്ലാം ഉണ്ട്. फिर भी उसे चीर कर देर से ही सही राधा आ जाएगी. എന്നിട്ട് അതിനെല്ലാം മാറ്റിക്കൊണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട്
അതിനെല്ലാം ബ്രേക്ക് ചെയ്ത് കളഞ്ഞുകൊണ്ട് രാധ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വരും, എന്തായാലും വരും. तो राधा कनु से पूछती है कि क्या कनु उसे अपनी ചന്ദൻ ബാഹു മേ ഭർക്കർ ബേസുദ് നഹി കർ ദേഗ. അപ്പോൾ രാധ കനുവിനോട് ചോദിക്കുകയാണ്, ഞാൻ വൈകിട്ടായാലും ഇതിനൊക്കെ തരണം ചെയ്ത് നിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നീ എന്നെ നിന്റെ ചന്ദൻ ബാഹുമേ, കൃഷ്ണന്റെ ആ കൈകളില് നിറച്ചുകൊണ്ട് ബേസുദ് കർണ എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആക്കുക, അൺകോൺഷ്യസ് ആക്കില്ലേന്ന്, അതായത് ഇങ്ങനെ ടൈറ്റ്ലി ഹഗ് ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ആമ്ര ബോർക ഗീതിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.